ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 500 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ചിക്കൻ എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, ഒരു മുട്ട. ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ചിക്കൻ ഇട്ടെടുക്കാം. നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഒന്ന് നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു സോസ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചറും കൂടി ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി 3 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഒഴിക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമുള്ള ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ റെഡ് ചില്ലി ഫ്ലേക്സ്, വിനീഗർ ഒക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ വെള്ള കളർ പെടാതെ ശ്രദ്ധിക്കണം. അത് പെട്ടുപോയാൽ കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും വരിക. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കണം. ഇപ്പം നല്ലോണം തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാൻ. ഇനി ചിക്കൻ നന്നായിട്ടൊന്ന് ഈ സോസിൽ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓറഞ്ച് ചിക്കനാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ. ചപ്പാത്തിൻ്റെ കൂടെ, ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, ബട്ടൂര, ബട്ടർ നാൻ അതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.